വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചരിത്രാവബോധമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രം പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നാടിന്റെ ചരിത്രവും അറിയേണ്ടത്. പിറന്ന നാടിന്റെ ചരിത്രം അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പത്രമിറക്കുന്ന കോടമ്പുഴയിലെ ഒരു കൂട്ടം യുവാക്കളുടെ പരിശ്രമം വരും തലമുറയ്ക്ക് കൂടിയുള്ള അറിവിന്റെ വഴികാട്ടിയാണ്. പ്രധാന വാർത്തകളിലേക്ക്. സൗന്ദര്യവൽക്കരിച്ച ബട്ട്റോഡ് ബീച്ച് ഫെബ്രുവരി 6 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സ്വന്തം ദേശത്തിന്റെ ചരിത്രം അന്വേഷിച്ച് പത്രമിറക്കുകയാണ് കോടമ്പുഴയിലെ ഒരു കൂട്ടം യുവാക്കൾ. സ്വന്തം ദേശത്തിന്റെ ചരിത്രം അന്വേഷിക്കുകയാണ് ഒരു പറ്റം യുവാക്കൾ. ഇവരുടെ അന്വേഷണത്തിൽ തെളിയുന്നതാവട്ടെ വിജ്ഞാനപ്രദവും കൗതുകകരവുമായ ഒട്ടനവധി കാര്യങ്ങളാണ്. കോടമ്പുഴയുടെ ഭൂതകാലം തേടിയുള്ള യാത്രയെക്കുറിച്ചൊരു റിപ്പോർട്ട്. കോടമ്പുഴയിലെ ഒരു പറ്റം യുവാക്കളുടെ ചിന്ത വേറിട്ട വഴിക്ക് സഞ്ചരിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞ ആശയമാണ് ദേശത്തിന്റെ ചരിത്ര നിർമ്മിതി. പിന്നെ ഒട്ടും ശങ്കിച്ചില്ല. പ്രായം ചെന്നവരിൽ നിന്നും സമാഹരിച്ച അറിവുകളെ കോർത്തിണക്കി ഇന്നലകളിലൂടെ എന്ന പേരിൽ പത്രമിറക്കി. അങ്ങനെ നാട്ടിൽ കഴിഞ്ഞ കാലത്തിന്റെ അറിവുകളെ അറിയാൻ നാട്ടുകാർക്ക് അവസരമൊരുക്കി. പത്രത്തെക്കുറിച്ച് എഡിറ്റർ ബഷീർ കോടമ്പുഴയുടെ വാക്കുകൾ. ഏതൊരു പ്രദേശത്തിനും അതിൻ്റെതായ രീതിയിലുള്ള ചരിത്രങ്ങൾ ഉണ്ടാവും. അത് പല സ്ഥലങ്ങളിലും ലിഖിതപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ചരിത്രമുണ്ട്. എന്നാൽ കോടമ്പുഴ എന്ന പ്രദേശത്തിന് ഒരു ചരിത്രവും ലിഖിതപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടില്ല. ഭാവി തലമുറക്ക് അത് ലഭ്യമാക്കാൻ വേണ്ടി, ഈ ചരിത്രങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിൻ്റെ നമ്മുടെ ആവശ്യകത നാട്ടിലെ പ്രഗത്ഭരായ പൊതുപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം കൂടെ നമുക്ക് സഹകരിച്ച് ഇതിനോട് മുന്നോട്ട് പോകാമെന്നുള്ള ഉറപ്പും നൽകി. അതിൻ്റെ ഭാഗമായി ഇന്നലകളിലൂടെ എന്ന ഒരു പത്രം ഇറക്കുകയും 3 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 4 തവണ വീതം 5 വർഷം കൊണ്ട് 20 പതിപ്പ് ഇറക്കിയതിന് ശേഷം ഈ മൊത്തം ജനപങ്കാളിത്തത്തോടെ ഈ പതിപ്പുകളെ ചർച്ചയ്ക്ക് വിട്ടതിന് ശേഷം ശരിയായ രീതിയിൽ സത്യസന്ധമായ ഒരു ചരിത്രരചന പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. 2010 ഓഗസ്റ്റ് 15 ഒന്നാം പതിപ്പായി ഇറക്കി തുടങ്ങിയ ഇന്നലകളിലൂടെ ഇപ്പോൾ 2 ലക്കം പിന്നിട്ടിരിക്കുന്നു. 20 ലക്കമായി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പതിപ്പിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളെ ജനകീയ പങ്കാളിത്തത്തിൽ ചർച്ചയിലൂടെ ചരിത്രം നിർമ്മിക്കലാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. പൊതുപ്രവർത്തന മേഖലയിലെ പ്രബലരായ NC അബൂബക്കർ മാസ്റ്റർ, സലീം കുരിക്കളകത്ത്, ശശീന്ദ്രനാഥ് കോടമ്പുഴ, ഹാരിസ്, പ്രബീഷ്, ഫൈസൽ എന്നിവരാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. മറ്റൊരിടത്തും കാണാത്ത വേറിട്ട ഒരു ചരിത്ര നിർമ്മിതിക്കാണ് ഇവിടം ആരംഭം കുറിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. അങ്ങനെ നാടിന്റെ ചരിത്രത്തെ വരും തലമുറയ്ക്കറിയാൻ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് കോടമ്പുഴക്കാർ.